എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്, സ്ട്രോബെറി പുഡിങ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ധൈര്യത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണിത്. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഉണ്ടാക്കി നോക്കാവുന്നൊരു പുഡിങ്ങാണിത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. സെറ്റാക്കാൻ വെക്കുന്ന സമയം അല്ലാതാണ് ഞാൻ പറയുന്നത് 10 മിനിറ്റ് എന്നുള്ളത് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഈ പുഡിങ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ സോസ് പാനിലോട്ട് 2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വേറെ ഒരു ബൗൾ എടുക്കുക, ഇതിലോട്ട് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 20 ഗ്രാം ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു പാക്കറ്റ് 10 ഗ്രാം ജെലാറ്റിൻ, അങ്ങനെ 2 പാക്കറ്റ് 20 ഗ്രാം ജെലാറ്റിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് പാലിന് 10 ഗ്രാം ജെലാറ്റിൻ എന്നാണ് കണക്ക് കേട്ടോ. ജെലാറ്റിൻ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് വെള്ളമായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ജെലാറ്റിൻ വെള്ളത്തിൽ നല്ലതായിട്ട് മിക്സായി കിട്ടണം. എന്നിട്ടൊരു 10 മിനിറ്റ് അങ്ങ് മാറ്റി വെക്കുക. പാൽ ഞാൻ സ്റ്റൗവിലോട്ട് മാറ്റിയിരുന്നു. പാൽ നല്ലതായിട്ടൊന്ന് ചൂടായി വരണം. പാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. പാൽ നല്ല രീതിയിൽ ചൂടായി വരുന്ന സമയമാകുമ്പം ഇതിലോട്ട് 250 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണേൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് പഞ്ചസാര എന്ന രീതിയിൽ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പുഡിങ്ങിന് കിട്ടുന്നത്. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ജെലാറ്റിൻ നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ജെലാറ്റിൻ നമുക്ക് ഈ പാലിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജെലാറ്റിൻ നല്ലതായിട്ട് പാലുമായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ജെലാറ്റിനും കണ്ടൻസ്ഡ് മിൽക്കും പാലുമായിട്ട് നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല. മുകളിൽ കൂടെയൊക്കെ ആവി വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലതായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. പാല് നല്ല രീതിയിൽ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 100 ഗ്രാം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ക്രീമാണ്, ഇത് മിക്സായി കിട്ടത്തില്ല കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അടിച്ചെടുത്തുകൊണ്ട് വരണം. ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇതിനെ അടിച്ചെടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ ഈ പാലിൻ്റെ നല്ലതായിട്ട് ചൂട് പോയിട്ട് മാത്രമേ അടിച്ചെടുക്കാവൂ. അതല്ല എങ്കിൽ മിക്സിയുടെ ജാറിൽ നിന്ന് ഇത് ചാടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ട്രേയിലോട്ട് ഈ മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്ന ഈ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇത് അടിച്ചെടുത്തതെന്ന്. അതെല്ലാം ഞാൻ ഈ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ക്ലിം ഫിലിം വെച്ച് ഇതിന് നല്ലതായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ഫ്രീസറിൽ 3 മണിക്കൂർ ഇതിന് സെറ്റ് ആവാനായിട്ട് വെക്കുക. നിങ്ങൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് ഇത് സെറ്റ് ആവാനായിട്ട് വെക്കുന്നതെങ്കിൽ ഒരു 5 മണിക്കൂർ എന്തെങ്കിലും കുറഞ്ഞത് ഇത് സെറ്റ് ആവാനായിട്ട് വെക്കണേ. ആ സമയം കൊണ്ട് നമുക്ക് സ്ട്രോബെറി റെഡിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി ഞെടുപ്പൊക്കെ കളഞ്ഞ് സ്ട്രോബെറി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറി ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നടുക്കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ 2 പീസ് കിട്ടത്തില്ലേ, ഇതിനെ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഇതിനെ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഉണ്ട്, ഈ രീതിയിലാണ് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ സ്ട്രോബെറി ആണെങ്കിൽ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കാണിക്കുന്നുണ്ട്, ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലതായിട്ട് പഴുത്ത സ്ട്രോബെറി ആണെങ്കിലും ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട, കാരണം ഇത് വേവിക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇതങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഒത്തിരി പഴുക്കാത്ത സ്ട്രോബെറി ആണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. പഴുത്ത സ്ട്രോബെറി ആണ്, ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടപ്പ് മാറ്റുക. കണ്ടില്ലേ, നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. സ്ട്രോബെറിയിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയിൽ നിന്ന് പഞ്ചസാര ലായനിയൊക്കെ ഇറങ്ങി വരുമ്പോൾ കുറേ വെള്ളമായി വരും. ഇത് വെന്തും കൂടെ വരുമ്പോഴത്തേക്ക് ഇതിനൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ അടപ്പ് മാറ്റണം. അതല്ലെങ്കിൽ തിളച്ച് ചാടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തീ മീഡിയത്തിലിട്ട് കൊടുത്ത് നിങ്ങൾക്കിതിനെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ പരുവ് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറി നല്ല രീതിയിൽ വെന്ത് വരണം. അതുപോലെ ഈ ലായനി എന്ന് പറഞ്ഞാൽ നല്ല കൊഴുത്തൊരു സിറപ്പ് പോലെ ആയി വരും. അതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. സ്ട്രോബെറിയൊക്കെ നല്ലതായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ ഒന്നത് ഉടച്ചിട്ട് കൊടുക്കുക. എല്ലാ സ്ട്രോബെറി ഉടച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഉടച്ചിട്ട് കൊടുക്കുക. ലായനിയൊക്കെ ഇവിടെ നല്ല സിറപ്പ് പോലെ ആയി വന്നിട്ടുണ്ട്. സ്ട്രോബെറി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് മധുരം നോക്കാവുന്നതാണ് കേട്ടോ. നല്ല പുളിയുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ പുഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മധുരവും അതുപോലെ ചെറിയൊരു പുളിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഫ്രീസറിൽ 3 മണിക്കൂർ സെറ്റാകാൻ വെച്ചിരുന്ന പുഡിങ് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്.
സ്ട്രോബെറി അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നല്ലോ സ്ട്രോബെറി സിറപ്പ് അത് ഒരു റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ടോപ്പിംഗ് ആയിട്ട് ഈ സ്ട്രോബെറിയുടെ ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും സ്ട്രോബെറിയൊക്കെ അങ്ങനെ ഉടഞ്ഞു പോവാതെ നല്ലൊരു സിറപ്പ് പോലെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. സ്ട്രോബെറിയുടെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ മുകളിൽ കിടക്കണം, അതാണ് ഇത് കാണാനും രസം, അതുപോലെ കഴിക്കാനും രസം, അതാണ് കേട്ടോ. ഇനി നമുക്കിത് കവർ ചെയ്ത് വെച്ചിട്ട് ചിൽ ട്രേ വേണം ഇത് വെക്കാനായിട്ട്. ഇനി ഇത് ഫ്രീസറിൽ വെക്കരുത്, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഐസായിട്ട് ഇത് കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ 1 മണിക്കൂറോടെ നിങ്ങൾ സെറ്റാവാനായിട്ട് വെക്കുക. ഇതിവിടെ 1 മണിക്കൂറായിട്ടുണ്ട്, നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ അത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ പുഡിങ്, അടിയിലത്തെ ലെയർ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്, മുകളിലൊക്കെ നല്ല ജെല്ലി പോലെ നല്ല രസമുണ്ട്. അത് കാണാനും തന്നെയല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടിയിലത്തെ ആ ലെയർ എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ്, മുകളിൽ ചെറിയൊരു പുളിയും മധുരവും എല്ലാം കൂടെ മിക്സായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ആർക്ക് കൊടുത്താലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു പുഡിങ്ങാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.